തൊണ്ടിമുതൽ മോഷണ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ. കേസിന്റെ കുറ്റപത്രം റദ്ദാക്കരുതെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ആന്റണി രാജുവിനെതിരായ ആരോപണം ഗുരുതരമാണ്. കുറ്റപത്രം റദ്ദാക്കിയാൽ അത് നീതി നിഷേധമാകും. കേസിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടപടികൾ തുടരാൻ അനുവദിക്കണമെന്നും സർക്കാർ സത്യവാങ്മൂലം നൽകി. ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാമ, എന്തൊക്കെയാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്ന? ഒരു മുൻ മന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ബിനിൽ. അതായത് സർക്കാരിന്റെ ഭാഗമായിരുന്ന മന്ത്രിയായിരുന്ന ഒരാൾ നിലവിൽ ഭരണപക്ഷ MLA കൂടിയാണ്. അദ്ദേഹത്തിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അത് ഏതാണ്ട് 30 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കേസാണ്. തൊണ്ടിമുതലുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ പൗരനെ മയക്കുമരുന്ന് ഇടപാടിൽ നേരത്തെ പിടികൂടിയിരുന്നു. തിരുവനന്തപുരം പോലീസ് പിടികൂടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ തൊണ്ടിമുതൽ മാറ്റി വഞ്ചിയൂർ കോടതി പരിസരത്ത് വെച്ച് അത് തെളിവും നശിപ്പിച്ചു മാറ്റി എന്നതടക്കമുള്ള അത്തരമൊരു കുറ്റമാണ് ആന്റണി രാജുവിനെതിരെ ചുമത്തിയിരുന്നത്. അഭിഭാഷകനായിരിക്കാണ് അത്തരമൊരു കുറ്റം ചുമത്തിയത്. ഈ കേസിൽ തുടരന്വേഷണമാകാം എന്നായിരുന്നു നേരത്തെ ഹൈക്കോടതിയുടെ വിധി. ഈ ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് സുപ്രീം നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ വിവരങ്ങൾ നൽകിയിരിക്കുന്ന ആന്റണി രാജുവിനെതിരെ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ.